ജിഹാദി അന്തംഗമ്മികളുടെ കർണത്തേറ്റ അടിയായിരുന്നു കേരള സ്റ്റോറി. അതിനെതിരെ കുറച്ച് പ്രതിഷേധമൊക്കെ ഇവിടെ കൊണ്ടുവരാൻ നോക്കിയെങ്കിലും അതൊന്നും അധികം വിലപ്പോയില്ല. പക്ഷേ ഇപ്പോൾ ഒരു കോടതി നിർണായകമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ സർ. ഈ കേരള സ്റ്റോറിയുടെ റിലീസ് നിരോധിക്കണം എന്ന് പണ്ടൊരു ശ്രീദേവി നമ്പൂതിരിയാണ് മറ്റോട്ടാണ് ഇത് കേസ് കൊടുത്തത്. അവർ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും ഒക്കെ വേണ്ടി നിലകൊള്ളുന്ന ആ മാന്യ കക്ഷി കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ സിംഗിൾ ബെഞ്ച് ഉടനെ തന്നെ അതിന് 15 ദിവസത്തേക്ക് നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കി. ഇതിനകത്തൊരു വൈരുദ്ധ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ പ്രദർശന യോഗ്യമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് നിയമം അനുസരിച്ചിട്ടൊരു സംവിധാനമുണ്ട്. അതാണ് ഫിലിം സെൻസർ ബോർഡ്. ആ ഫിലിം സെൻസർ ബോർഡിൽ സിനിമയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും സാമൂഹിക അവബോധത്തെക്കുറിച്ചുമൊക്കെ പരിജ്ഞാനമുള്ളവരാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ അവർ ഒരു സിനിമ കണ്ടതിന് ശേഷം ആ സിനിമയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെയാണ് ഹൈക്കോടതിയിൽ കേസ് വരുന്നത്. അപ്പോൾ ഹൈക്കോടതി ഇത് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ചെയ്യുന്ന കാര്യം ഉടനെ അത് ഞങ്ങൾ കണ്ടു നോക്കട്ടെ എന്നാണ് പറയുന്നത്. ഈ ഹൈക്കോടതി ജഡ്ജിക്ക് നിയമപരമായ കാര്യങ്ങളിൽ വൈദഗ്ധ്യമുണ്ട്, അവർക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ പറയാം. എങ്കിലും ഒരു കലാസൃഷ്ടിയുടെ കലാമൂല്യത്തെക്കുറിച്ചും അതിൻ്റെ സാമൂഹികമായ സ്വാധീനത്തെക്കുറിച്ചും ഒക്കെ പറയുന്നതിനാവശ്യമായ അത്രയും പ്രായോഗികമായ പരിജ്ഞാനം ഉണ്ടോ എന്നുള്ള കാര്യം സ്വാഭാവികമായി സംശയം വരും. ഇപ്പം ഇതിന് മുൻപൊരു സിനിമ 2 വട്ടം പോയി കണ്ട്, ഏത് സിനിമയും ഞാനിപ്പോൾ ഓർക്കുന്നില്ല, കേരളത്തിൽ ഹൈക്കോടതി ആദ്യം സിംഗിൾ ബെഞ്ച് പോയി കണ്ട്, പിന്നെ അതേ സിനിമ ഡിവിഷൻ ബെഞ്ചും പോയി കണ്ട്. അപ്പോൾ ആദ്യം അപ്പോൾ ഇവരിപ്പോൾ സിനിമ കണ്ടതിന് ശേഷം ആ സിനിമ ഞങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അവർ കണ്ടതിന് ശേഷം ഇത് വേണ്ട എന്ന് വെക്കുകയാണ്. സിനിമ കാണുന്നതിന് വേണ്ടിയാണ് സിംഗിൾ ബെഞ്ച് ഇത് മാറ്റിവെച്ചത്, സിനിമ കണ്ടു നോക്കട്ടെ എന്ന് കരുതിയിട്ട്. ഇതിൽ തന്നെ ഒരു നിയമപ്രശ്നമുണ്ട്. കാരണം ഒരു സിനിമ പ്രദർശന യോഗ്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള നിയമ സംവിധാനം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്നൊരു നിയമ സംവിധാനത്തിൽ അതുണ്ട്. ആ നിയമ സംവിധാനം പ്രകാരം റിലീസ് ചെയ്തിരിക്കുന്ന സിനിമ അത് കണ്ടതിന് ശേഷം മാത്രമേ നമുക്കിത് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഈ സിനിമ കാണുന്നതിന് മുൻപാണ് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം തകർന്ന് തരിപ്പണമാകുമെന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകുന്നത്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സിനിമ റിലീസ് ചെയ്തിട്ടില്ല, റിലീസ് ചെയ്യാത്ത സിനിമയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ സ്റ്റോറി അല്ല എന്നാണ്. കേരളത്തിൻ്റെ സ്റ്റോറി അല്ലെന്ന് വെക്ക്. കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയ്ക്ക് പേരിടാനായിട്ട് ആരുടെയെങ്കിലും അനുവാദം വേണോ? വേണ്ട. ആരുടെയെങ്കിലും അനുവാദം ഉണ്ടായിട്ടാണോ ഇത് ചെയ്യുന്നത്? അല്ലല്ലോ. അത് സിനിമയ്ക്ക് ഇപ്പം സിനിമയ്ക്ക് ഓരോരുത്തർ പേരിടുന്നതൊക്കെ, യുദ്ധകാന്ഡം ഒരു സിനിമയായിരുന്നു, മനോഹരമായ പാട്ടുകളൊക്കെ ഉള്ളൊരു സിനിമ, ഇപ്പോഴും അതിൻ്റെ പാട്ടുകളൊക്കെ നിൽക്കുന്നുണ്ട്. മറ്റേ ശ്യാമസുന്ദര പുഷ്പമേ എന്ന പാട്ട്, രാഘവൻ മാഷ സംഗീതം ഉള്ള ഗംഭീരമായ പാട്ട്. അപ്പോൾ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, അതുകൊണ്ടത് വേണ്ടാന്ന് വെച്ച് വേണമെങ്കിൽ ഇന്നാണെങ്കിൽ ഇപ്പോൾ കോടതി പോകുമെന്ന് തോന്നുന്നു. അന്ന് ആരും ശ്രദ്ധിച്ചില്ല. യുദ്ധകാണ്ഡമെങ്കിൽ യുദ്ധകാണ്ഡം. കാരണം മഹാഭാരതത്തിലും രാമായണത്തിലും വരുന്ന യുദ്ധപർവവും യുദ്ധകാണ്ഡവും ഒക്കെ യുദ്ധത്തെ പരാമർശിക്കുന്നതാണ്. അപ്പോൾ ഈ യുദ്ധത്തെക്കുറിച്ചാണോ ഇത് പറയുന്നത്? അതുകൊണ്ട് അത് സാധ്യമല്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ കലാസൃഷ്ടി എന്ന നിലക്കും സിനിമ ഒരു കലാസൃഷ്ടി കൂടിയാണ്. അതൊരു വ്യവസായമാണ്, ഒപ്പം ഒരു കലാസൃഷ്ടി കൂടിയാണ്. അതിലൊരു പേരിട്ട് ആ പേര് കേരളത്തിന് അപമാനകരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. മലയാളത്തിലിറങ്ങുന്ന എല്ലാ സിനിമകളും കേരളത്തിൻ്റെ അഭിമാനകരമാണോ എന്നൊരു ചോദ്യം വരും. അതെ. ഇന്ത്യയിലിറങ്ങുന്ന എല്ലാ സിനിമകളും ഇന്ത്യക്ക് അഭിമാനകരമാണോ എന്നൊരു ചോദ്യം വരും. മാത്രവുമല്ല, ഒരു സിനിമാ സംവിധായകനോ ഒരു സിനിമാ നിർമ്മാതാവോ അഭിമാനകരമായെന്ന് ആര് കരുതുന്നത്?
ആരെങ്കിലും കുറേ ആളുകൾ കരുതുന്ന സിനിമ മാത്രമേ ഇറക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാനും പറ്റില്ല. ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് വടിവാളെടുക്കുന്ന ആൾക്കാരാണ്. അല്ല, അത് ഞാൻ പറയുന്നത് ഇത് സിനിമയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഫിലിം സെൻസർ ബോർഡില്ലേ, അതെ, അവരെടുക്കട്ടെ തീരുമാനം. അവരെടുത്ത തീരുമാനത്തിൽ അപാകം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അപാകം കണ്ടെത്തുന്ന സിനിമ കണ്ട സമയത്ത് ഇന്ന ഭാഗങ്ങൾ ഇന്ന തരത്തിൽ വരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ പ്രദർശനം തടയണമെന്നും പറഞ്ഞിട്ട് കോടതിയിൽ പോകാം. പ്രദർശിപ്പിക്കാത്ത സിനിമ, ആരും കാണാത്ത സിനിമ തടയണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോകുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ അത് ദുരുദ്ദേശപരമാണ്. എന്താണ് ആ ദുരുദ്ദേശത്തിൻ്റെ കാരണം? ദുരുദ്ദേശത്തിൻ്റെ കാരണം ലവ് ജിഹാദ് എന്ന ഒരു സങ്കല്പം അതിൻ്റെ പ്രമേയത്തിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു സങ്കല്പം ഇസ്ലാം മതത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളതാണ്. ആണ് എന്നുള്ളതാണ് അതിൻ്റെ ലളിതമായ ഉത്തരം. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഇസ്ലാം അനിസ്ലാം വിവാഹം നിഷിദ്ധമാണ് എന്ന് വ്യക്തമായി ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരു മുസ്ലിം അമുസ്ലിമിനെ വിവാഹം കഴിക്കാൻ പാടില്ല. അത് സംശയമൊന്നുമില്ല, സന്ദേഹരഹിതമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതെന്താ? അത് മതവിരുദ്ധമാണ്, ദൈവവിരുദ്ധമാണ്, ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അമുസ്ലിമിനെ മുസ്ലിമാക്കി മാറ്റണം. ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കി മാറ്റുന്നതിനെ ജിഹാദ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കി മാറ്റി വിവാഹം കഴിക്കുന്നതാണ് ലവ് ജിഹാദ്. അതുണ്ടല്ലോ. കാരണം അത് ചെയ്യുന്നവന് അള്ളാഹു പാരിതോഷികം കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാരിതോഷികവും കിട്ടും. ഇനി അങ്ങനെ അമുസ്ലിങ്ങൾ അടിമകളേക്കാൾ നികൃഷ്ടരാണ്, അവരുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഈ ലവ് ജിഹാദ് എന്ന സങ്കല്പം അന്തർലീനമാണ്. ഇതിനാർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ ലവ് ജിഹാദിലൂടെ ഇസ്ലാം മതത്തിന് സേവനം ചെയ്യുന്നവർ ഇതര മതസ്ഥരായ സ്ത്രീകളെ അതിലേക്ക് പല ചതുരുപായങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുപോയിട്ട് അവരെ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് വസ്തുത. അത് വസ്തുതയാണോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. നമുക്കറിയാമല്ലോ, സിറിയയിലേക്ക് ആട് മേയ്ക്കാൻ കൊണ്ടുപോയവരുടെ കഥ നമ്മൾ കേട്ടതാണല്ലോ. അവരുടെ ജീവിതം എങ്ങനെയായെന്ന് കണ്ടതാണല്ലോ. അവരാവർത്തിച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ടത് ചരിത്ര വസ്തുതയാണല്ലോ. അതിനാർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആവർത്തിച്ച് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും അവർ ഒന്നിലേറെ പേരെ വിവാഹം കഴിക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം വന്ന് അവരെ ധാർമ്മികമായും അവരെ വ്യക്തിപരമായും അവരെ സാമൂഹികമായും സാംസ്കാരികമായും ആധ്യാത്മികമായും തകർക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? അത്തരത്തിൽ ഇത് ഹീനമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണോ ചീത്തയാണോ? ഞാൻ പറയുന്നു, ഇത് വളരെ ഹീനമായൊരു തന്ത്രമാണ്. ഒരു മതപരിവർത്തനത്തിന് വേണ്ടി സ്നേഹത്തെ ഉപാധിയാക്കി ഉപയോഗിക്കുന്നു. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഉപാധിരഹിതമായിരിക്കണം. നിന്നെ ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ നീ നിൻ്റെ മതം ഉപേക്ഷിച്ച് എൻ്റെ മതത്തിലേക്ക് വരണമെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ വിവാഹത്തിന് വേണ്ട വ്യവസ്ഥകളിൽ ഒന്നെന്താണ്? മതമായി മാറുന്നു. നീ നിൻ്റെ മതം ഉപേക്ഷിച്ചിട്ട് എൻ്റെ മതത്തിലേക്ക് വരണം. നീ നിൻ്റെ മതം ഉപേക്ഷിച്ച് എൻ്റെ മതത്തിലേക്ക് വരണം. അങ്ങനെ മാത്രമേ ഈ വിവാഹത്തെ സാധൂകരിക്കാൻ കഴിയൂ എന്ന് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു. അത് ശരിയോ തെറ്റോ? ഞാൻ പറയുന്നത് അത് തെറ്റാണെന്നാണ്. കാരണം അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പറയുന്ന രീതിയിൽ പ്രേമം പരിശുദ്ധമല്ല ആയിരിക്കാം, പരിശുദ്ധമെങ്കിൽ പരിശുദ്ധം. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ചാൽ
സഫലമായ പ്രേമം മിക്കവാറും കുടുംബകലഹമായിട്ടും വിപുലമായ സ്നേഹം വിരഹ കവിതയുമായിട്ട് മാറുന്നൊരു സാമൂഹ്യ പശ്ചാത്തലമാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്. രമണൻ്റെ കാലം തുടങ്ങി. അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു വല്ലാത്ത പ്രഹേളികയാണ്. അതെ, രമണൻ്റെ കാലം തുടങ്ങി. രമണനിലും വിപുലമായ ഒരു സ്നേഹത്തിൻ്റെ ഉൽപ്പന്നമാണല്ലോ രമണൻ. അതെ, സഫലമായ സ്നേഹം ഇങ്ങനെയൊക്കെ പക്ഷേ വേണ്ട, ഞങ്ങളിതിനെ മഹത്തായി കാണുന്നു, ഇത് വളരെ മഹത്തായ ഒരു കാര്യമാണ്, പ്രണയമില്ലെങ്കിൽ എന്ത് ജീവിതം എന്നൊക്കെ ഈ സാഹിത്യകാരന്മാരും സിനിമാക്കാരും ഒക്കെ വന്നിരുന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഏത് പ്രായത്തിലും പ്രണയമാകാം, ആയിക്കോ. പക്ഷേ ഏത് പ്രായത്തിലും വിവാഹമാകാം എന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതും സമ്മതിക്കാം. 80-കാരൻ നമ്മുടെ നാട്ടിൽ പണ്ടും ഉണ്ടായിരുന്നില്ല, 80-കാരൻ 18-കാരിയൊക്കെ വിവാഹം കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയാണ്. അതുണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ എന്താണ് ബഹുഭാര്യത്വം നിലനിന്നിരുന്നൊരു കാലത്ത് ഒരു നമ്പൂരി മരിക്കുമ്പോൾ 16 പേരൊക്കെ ഇരുന്ന് വിധവകളായി മാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ 16 പേരുടെ ജീവിതം തുലച്ചിട്ടാണ് ഒരു നമ്പൂതിരി അന്ന് കാലഗതി പോകിയിരുന്നത്. അത് ഇന്നൊക്കെ മാറ്റം ഉണ്ടായിപ്പോൾ. ആ മാറ്റം കഴിഞ്ഞ് ഇത് നിങ്ങൾ ഈ പറയുന്ന രീതിയിലാണ് പ്രണയം എന്നുണ്ടെങ്കിൽ പോലും അത് ഒരു മതം മാറ്റത്തിനും ദൈവനിഷേധത്തിനും, അവൻ മതം മാറുമ്പോൾ അവൻ്റെ ദൈവത്തെ നിഷേധിക്കുകയാണല്ലോ. അവൻ്റെ അപ്പനപ്പൂപ്പന്മാർ തുടങ്ങി ജന്മപരമ്പരകൾ തുടങ്ങി അനുഷ്ഠിച്ചു വന്ന ഒരു മതത്തിൻ്റെ ജീവിത രീതിയെ ഉപേക്ഷിപ്പിച്ചുകൊണ്ട് വിവാഹം നടത്തണം. അത് വിവാഹം 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണെങ്കിൽ ആ 2 വ്യക്തികളിൽ ഒതുങ്ങി നിൽക്കണം. അതിന് മതത്തിൽ സ്ഥാനമില്ല, മതപരിവർത്തനത്തിനും സ്ഥാനമില്ല. ഇത് മതത്തിലും മതപരിവർത്തനത്തിനും സ്ഥാനമുണ്ട് എന്ന് ഖുറാൻ പറഞ്ഞിരിക്കെ ലവ് ജിഹാദിനെ എങ്ങനെ എതിർക്കാൻ കഴിയും? അതാണ് എൻ്റെ ചോദ്യം.